കണ്ണനല്ലൂരിൽ വീട്ടിൽ നിന്നും 9 കിലോ കഞ്ചാവും 3 ഗ്രാം ഹെറോയിനും പിടികൂടി. പരിശോധനയ്ക്കിടെ സംഘം എക്സൈസിനെ ആക്രമിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 2 പേരെ പോലീസ് പിടികൂടി. പള്ളിമുക്കിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 3 ഗ്രാം ഹെറോയിൻ പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് കൊല്ലം കണ്ണനല്ലൂരിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 9 കിലോ കഞ്ചാവും 3 ഗ്രാം ഹെറോയിനും പിടികൂടി. പരിശോധനയ്ക്കിടെ എക്സൈസ് സംഘത്തെ ആക്രമിച്ച കണ്ണനല്ലൂർ സ്വദേശി സംഗീത, ഹെറോയിൻ വിൽപ്പനക്കാരൻ അൻവർ ഹുസൈൻ എന്നിവരെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. സംഗീതും 2 സുഹൃത്തുക്കളും ചേർന്ന് വിൽപ്പനയ്ക്കായി കഞ്ചാവ് പായ്ക്ക് ചെയ്യുന്നതിനിടെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തിയത്. വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ച ശേഷം പ്രതികൾ വടിവാൾ ഉൾപ്പെടെ ഉപയോഗിച്ച് എക്സൈസ് സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. സിവിൽ എക്സൈസ് ഓഫീസർ ജോജോയ്ക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. പള്ളിമുക്കിൽ ഇതേ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് 3 ഗ്രാം ഹെറോയിനും 1.5 കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി അൻവർ പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തെ പരിശോധനയിലാണ് നഗരത്തിൽ ഹെറോയിൻ കച്ചവടം നടത്തുന്ന പ്രതി പിടിയിലായത്. 3 ഗ്രാം ഹെറോയിനും 1 കിലോ 400 ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ജില്ലയിൽ തന്നെ ഹെറോയിൻ കണ്ടെടുക്കുന്ന ആദ്യത്തെ കേസാണിത്. മറ്റേ MDMA, ഹാഷോയിൽ പോലെയുള്ള കേസുകൾ നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഹെറോയിൻ ആദ്യമായിട്ടാണ്. ഹെറോയിൻ എന്ന് പറയുന്നത് മാരക ഇനത്തിൽപ്പെട്ട ഒരു മയക്കുമരുന്നാണ്. ഒപ്പിയത്തിൽ നിന്നും ഡെറിവേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മയക്കുമരുന്നാണ്. അത് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കേസ് കണ്ടെടുക്കുന്നത്. ഇയാൾ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്, സ്വദേശിയാണ്. ഇതിനെപ്പറ്റി ഇനി കൂടുതൽ അന്വേഷണം നടത്തും. പ്രതികളിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങിയവരെ കണ്ടെത്താൻ എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവര് ഒഡീഷയിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്തിട്ട് ഇവിടെ വെച്ച് ചെറിയ പൊതികളാക്കി വിൽക്കുന്നതാണ് ഇവരുടെ രീതി. ഇപ്പം നമ്മുടെ പരിശോധനകൾ എക്സൈസിന്റെ പോലീസിന്റെ ഭാഗത്ത് കൂടുതൽ ശക്തമായതോടുകൂടി ഇപ്പം ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. സാധനത്തിന്റെ വരവ് നിരച്ചതോടുകൂടി വൻ ലാഭം കൂടുതൽ കിട്ടുന്ന രീതിയിലായതുകൊണ്ട് വീണ്ടും ഇവർ ഒഡീഷയിൽ നിന്ന് വളരെ രഹസ്യമായിട്ട് ചെയ്തതാണെന്നാണ് ആദ്യമായിട്ട് അറിയുന്നത്. ഇവർക്ക് നേരത്തെ കേസ് ഉള്ളതായിട്ട് നമ്മൾ ഇനി അന്വേഷിച്ചാലേ അറിയും. ഇപ്പം ഇവരൊന്നും കിട്ടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.